ഈ ഒരു ഫോണിനകത്ത് നമുക്ക് ഗ്രാഫിക്സ് സ്മൂത്തിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രെയിം റേറ്റ് എക്സ്ട്രീം പ്ലസ്സിൽ, അതായത് 90 FPS ഗെയിം പ്ലേ സാധ്യമാണ്. സ്മൂത്തും അഗ്രസീവായിട്ടുള്ള ഒരു ഗെയിം പ്ലേ തന്നെയാണ് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് ലഭിക്കുന്നത്. ലാഗോ ഇഷ്യൂസ് ഒന്നുമില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന ബെസ്റ്റ് ഒരു ഗെയിമിംഗ് ഡിവൈസ് തന്നെയാണിത്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു ഗെയിം പ്ലേ ചെയ്യുന്ന സമയത്ത് ത്രൂ ഔട്ട് നമുക്ക് കിട്ടുന്നത്. ഒരു ഫ്രെയിം ഡ്രോപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അത് മാത്രമല്ല, ഇതിനകത്ത് ഈ പെർഫോമൻസ് പാനലിൽ നമുക്ക് മാക്സിമം പെർഫോമൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള മോൺസ്റ്റർ മോഡും റിഫ്രഷ് റേറ്റും ഹൈ ആക്കി വെക്കാനും ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഹൈ ആക്കി വെക്കാനും ഒക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. ഗെയിം ടൂൾ എന്നുള്ള ഓപ്ഷനിൽ ഒരുപാടധികം ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചെല്ലുമ്പോൾ വളരെ മികച്ചൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു ഡിവൈസ് നമുക്ക് സമ്മാനിക്കുന്നത്. ഐക്യു എന്ന ബ്രാൻഡ് ഇപ്പോൾ പൊതുവേ ആളുകൾക്കൊരു കുറച്ച് ട്രസ്റ്റ് ഉള്ളൊരു ബ്രാൻഡാണ്. നമ്മളൊരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ട്രസ്റ്റ് ആയിട്ടുള്ള ബ്രാൻഡ് ഏതെന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചപ്പോൾ കൂടുതൽ പേർ പറഞ്ഞതിൽ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് ഐക്യു ആണ്. എന്തായാലും ഐക്യു തരത്തിൽ നിയോ സീരീസിൽ ഫോൺ ഇറക്കുന്നതൊക്കെ ഗെയിമേഴ്സിനൊക്കെ കുറച്ച് ഭയങ്കര ഇഷ്ടമുള്ള ഫോണുകളാണ്. അത്തരത്തിൽ നിയോ സീരീസിലെ ഐക്യുവിൻ്റെ ഒരു പുതിയ ഫോൺ ഐക്യു നിയോ 10R, എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും 6 എന്ന ലെറ്റർ ചേർത്തുകൊണ്ട് ഐക്യു ഒരു ഫോൺ പുറത്തിറക്കുന്നത്. അപ്പോൾ ഇതാണ് ഐക്യു നിയോ 10R വരുന്ന ബോക്സ്. ഇവിടെ 10 എന്നൊക്കെ ഇങ്ങനെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ബോക്സിനകത്ത് ഇതുപോലെ ഫോൺ, മനോഹരമായിട്ടുള്ള TPU കേസ്, യൂസർ മാനുവൽ, വാറണ്ടി കാർഡ് ഇൻഫർമേഷൻ, ചാർജർ, A to C ചാർജിങ് കേബിൾ, സിം ഇജക്ടർ. വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസൈൻ. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു ഫോൺ കയ്യിൽ പിടിച്ചാൽ വലിയ വെയിറ്റ് ഒന്നും തോന്നുന്നില്ല. യഥാർത്ഥത്തിൽ ഈ ഒരു ഫോൺ 196 ഗ്രാം ഭാരമുണ്ട്. പക്ഷേ ഇതിന്റെ ആ ഒരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനൊക്കെ വളരെ പക്കയാണ്. അതുകൊണ്ടാകണം ഈ പറഞ്ഞ പോലെ ഒരു വെയിറ്റ് എന്തായാലും കൃത്യമായിട്ട് ഇതിന് നമുക്ക് അങ്ങനെ അത്രയും ഒരു ഈ 196 ഗ്രാം ഫീൽ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ വളരെ സ്ലിം ആണ് ഇത്തവണ ഈ ഒരു ഫോൺ. ഫ്ലാറ്റ് ആയിട്ടുള്ള ഫ്രെയിമാണ് ഈ ഒരു ഫോണിന് നൽകിയിരിക്കുന്നത്. പ്ലാസ്റ്റിക് ഫ്രെയിമാണ്. അതുപോലെ ഫോണിന്റെ ബാക്കും പോളി കാർബണേറ്റ് ആണ്. ഈ പ്രൈസ് പോയിന്റിൽ ഗ്ലാസ് ബോഡിയുമായിട്ട് വരുന്ന ഫോണുകളുണ്ട്, പക്ഷേ ഈ പറഞ്ഞ പോലെ പോളി കാർബണേറ്റ് ആണ് ഇതിന്റെ ഒരു ബോഡി. ഈ ക്യാമറ മൊഡ്യൂളൊക്കെ കൊള്ളാം, കാണാൻ നല്ല ഭംഗിയുണ്ട്. ബാക്കിൽ 2 ക്യാമറയേ ഉള്ളൂ. സാധാരണ ഈ പ്രൈസ് പോയിന്റിൽ ഒരു 2 മെഗാ പിക്സലിന്റെ ഒരു മാക്രോ സെൻസറോ ഡെപ്ത് സെൻസറോ ഒക്കെ വെറുതെ പേരിന് കൊടുക്കാറുണ്ട്. എന്തായാലും അതില്ല. നമുക്കൊരു പ്രൈമറി സെൻസർ, ഒരു വൈഡ് ആംഗിൾ ക്യാമറയുമാണ് എന്തായാലും ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു ഡ്യുവൽ ടോൺ കളറാണ് ഇത്, അല്ലെ? റേഗിംഗ് ബ്ലൂ എന്നാണ് ഈ ഒരു കളർ വേരിയന്റിന്റെ പേര്. റേസിംഗ് ട്രാക്കിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഇത്തരത്തിലൊരു കളർ ഓപ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ഡിസൈൻ ഐക്യു ഫോണിന് നൽകിയിരിക്കുന്നത്. മൊത്തത്തിൽ ബാക്ക് ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു സ്റ്റേഡി ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. വോളിയം റോക്കേഴ്സ് അത്ര ക്ലിക്കി അല്ല, നല്ല രീതിയിൽ സ്റ്റഡി ആയിട്ടിരിക്കുന്നു. അതേസമയം ആ സൗണ്ട് കേട്ടോ, പവർ ബട്ടൺ ഒന്ന് ചെറിയൊരു ലൂസ് ഉണ്ട്, പക്ഷേ ഊരിയൊന്നും പോകുന്നില്ല. അങ്ങനെയൊന്നും പേടിക്കണ്ട, അല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ അതൊരു ചെറുതായിട്ട് ഇങ്ങനെ ലൂസായിരിക്കുന്ന പോലെ നമുക്കൊരു ഫീൽ ഈ പവർ ബട്ടണിലുണ്ട്. പക്ഷേ വോളിയം റോക്കേഴ്സ് നല്ല ഫിക്സ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. മുകളിൽ ഇത്തരത്തിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കും, താഴെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും സിം ട്രേയും ഒക്കെ നമുക്ക് ഇവിടെ കാണാം. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. 3.5mm ഓഡിയോ ജാക്ക് ഇല്ല. അത് ഞാൻ എടുത്ത് പറയാൻ കാര്യം, ഇപ്പോൾ വരുന്ന ഫോണിലൊന്നും അത് കാണില്ലെങ്കിലും ഇതൊരു ഗെയിമിങ്ങിന് കൂടി സഹായിക്കുന്ന ഒരു ഫോണാണ്. അപ്പോൾ ഗെയിമേഴ്സിന് പലപ്പോഴും ഈ പറഞ്ഞ ഹെഡ്സെറ്റ് കണക്ട് ചെയ്ത് ഉപയോഗിക്കുക ഒരു സഹായകരമായിരിക്കും. പക്ഷേ ഇതിനകത്ത് എന്തായാലും 3.5mm ഓഡിയോ ജാക്കില്ല. അതുപോലെ തന്നെ മെമ്മറി എക്സ്പാൻഷൻ ഓപ്ഷൻ ഇല്ല. അതിപ്പോൾ വരുന്ന എല്ലാ ഫോണുകളിലും അങ്ങനെ തന്നെയാണ്. അതുപോലെ ഈ ഒരു USB Type-C പോർട്ടിന്റെ ഡേറ്റ ട്രാൻസ്ഫർ സ്പീഡ് എന്ന് പറയുന്നത് USB 2 ടൈപ്പ് ആണ്. എന്തായാലും ഫോണിന്റെ ഒരു ഇൻ ഹാൻഡ് ഫീൽ പറഞ്ഞാൽ മനോഹരമാണ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ വലിയ വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യുന്നതേ ഇല്ല. മൊത്തത്തിൽ എനിക്ക് ഈ ഒരു ഫോണിന്റെ ഡിസൈൻ ഭാഗം ഇഷ്ടപ്പെട്ടു. ഇനി ഡിസ്പ്ലേയുടെ കാര്യത്തിലേക്ക് വന്നാൽ, ഇതിന്റെ ഡിസ്പ്ലേ സ്പെസിഫിക്കേഷൻ പേപ്പറിൽ എഴുതി വെച്ചാൽ അടിപൊളിയാണ്. അത് വായിക്കാൻ നല്ല രസം കാണും. പക്ഷേ പ്രാക്ടിക്കൽ ലൈഫിൽ ഇതിന്റെ ഡിസ്പ്ലേ അത് പലപ്പോഴും ഐക്യു ഫോണുകളിൽ നമ്മൾ സ്ഥിരമായി കാണുന്നതാണ്. നമ്മൾ ഐക്യുന്റെ വീഡിയോകൾ പറഞ്ഞിട്ടുള്ളതാണ്. കുറച്ചൊരു വൈറ്റ് ടോൺ കൂടുതലായിട്ട് ഫീൽ ചെയ്യും മൊത്തത്തിൽ ഒരു ഡിസ്പ്ലേയിൽ. സാധാരണ ഇപ്പം നിങ്ങളൊരു ഇതിൽ നിന്നും വില കൂടിയ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിന്റെ ഡിസ്പ്ലേ കണ്ടിട്ട് ഇതിലേക്ക് വരികയാണെങ്കിൽ ആദ്യ നോട്ടത്തിൽ ഒരു പക്ഷേ ഇതിന്റെ ഡിസ്പ്ലേ അത്രയും നമുക്കൊരു സുഖം ഫീൽ തരത്തില്ല. സ്ഥിരം ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതുമായിട്ട് പരിചിതമാകും. അത് ഞാൻ പറഞ്ഞു വന്നത് ഇതിന്റെ ഒരു ബ്രൈറ്റ്നസ് കുറച്ച് ഒരു വൈറ്റ് ടോണിൽ കൂടി നിൽക്കുന്ന പോലെ തോന്നും. എന്ന് വെച്ച് ഡിസ്പ്ലേയുടെ ക്വാളിറ്റി ഒന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല. ഫോണിന്റെ ഡിസ്പ്ലേക്ക് ചുറ്റുള്ള ഈ ഒരു ബെസലൊക്കെ നോക്കി കഴിഞ്ഞാൽ യൂണിഫോം ബെസലാണ്. 4 സൈഡ് ഒരുപോലെയാണ്. വളരെ തിന്നായിട്ടുള്ള ബെസലുകളാണ് ഫോണിൽ നൽകിയിരിക്കുന്നത്. വ്യൂയിങ് ആംഗിളിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ യൂട്യൂബിൽ നമുക്ക് 4K HDR കണ്ടന്റുകൾ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. ഫോണിനകത്ത് ഇത്തരത്തിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നൽകിയിട്ടുണ്ട്. അത് ഓൾവേസ് ഓൺ ആണ്. ഫിംഗർ പ്രിന്റ് സംവിധാനം ഫോണിന്റെ ഇൻ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ പൊസിഷൻ കുറച്ച് താഴെയാണ്. അത് വളരെ ഫാസ്റ്റ് ആയിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ അത് അൺലോക്ക് ആകുന്നുമുണ്ട്. ഡിസ്പ്ലേയുടെ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസിലേക്ക് പറഞ്ഞാൽ 1.5K റെസൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 120 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ, അതും 6.78 ഇഞ്ചിന്റെ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ബ്രൈറ്റ്നസിനെ പറ്റി പറഞ്ഞാൽ 4500 നിറ്റ്സ് ആണ് ഇതിന്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ് ആയിട്ട് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. നല്ല ബ്രൈറ്റർ ആണ്. ഔട്ട്ഡോർ വിസിബിലിറ്റി ഒന്നും യാതൊരു വിഷയവും അതുകൊണ്ട് തന്നെയും വരില്ല. 10-bit ഡിസ്പ്ലേ ആണ്. 3840 PWM ഡിമ്മിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണിന് ഐ സ്ട്രെയിൻ കുറവായിരിക്കും. HDR 10+ന്റെ സപ്പോർട്ടും ഉണ്ട്. കോഡ് സെൻസേഷൻ അപ്പ് എന്ന് പറയുന്ന ഒരു പ്രൊട്ടക്ഷൻ ആണ് ഐക്യു ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അത് വിവോയുടെയും ഐക്യുവിന്റെയും ഒക്കെ ഫോണിൽ സാധാരണ ഈ കോണിംഗ് ഗൊറില്ല ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ വരുന്നത് കുറവാണ്. ഈ പറഞ്ഞതുപോലെ കോഡ് സെൻസേഷൻ എന്ന് പറയുന്ന പ്രൊട്ടക്ഷൻ ടൈപ്പ് ആണ് ഇവരുടെ ഫോണുകൾ കൂടുതലായി കണ്ടുവരുന്നത്. അപ്പോൾ ഡിസ്പ്ലേയുടെ ഓവറോൾ പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ
പറഞ്ഞ പോലെ ഒരു AMOLED ഡിസ്പ്ലേയുടെ ഒരു ഹൈ ക്വാളിറ്റി നമുക്ക് അത്ര പ്രതീക്ഷിക്കേണ്ട ഡിസ്പ്ലേയിൽ എന്നുള്ളത് മാറ്റി നിർത്തിയാൽ ഓക്കെയാണ്. അപ്പോൾ ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേയുടെ സ്പെസിഫിക്കേഷൻ ഈ പറഞ്ഞ പോലെ പേപ്പറിൽ പുലിയാണ്, പക്ഷേ പ്രാക്ടിക്കൽ ലൈഫിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു വൈറ്റ് ടോൺ ഒരു അല്പം കൂടുതലാണ്. ഫോണിന്റെ ക്യാമറയെ പറ്റി പറഞ്ഞാൽ 50 മെഗാ പിക്സലിന്റെ പ്രൈമറി സെൻസർ, 8 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 32 മെഗാ പിക്സലിന്റെ ഒരു സെൽഫി സെൻസർ എന്ന രീതിയിലാണ് ഈ ഒരു ഫോണിന്റെ ക്യാമറ സെറ്റപ്പ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നിരവധി ഫോട്ടോകളും വീഡിയോകളും എടുത്തു നോക്കി. അതും പല കണ്ടീഷനിൽ, ഡേ ലൈറ്റിലും അതുപോലെ രാത്രി കാലങ്ങളിലും ഒക്കെ നമ്മൾ ഫോട്ടോസ് എടുത്തു. കഴിഞ്ഞ iQOO 9 Pro ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഇമ്പ്രൂവ്മെന്റ് ഫോട്ടോ ക്വാളിറ്റിയിലും വീഡിയോ ക്വാളിറ്റിയിലും വന്നിരിക്കുന്നു എന്ന് വേണം പറയാൻ. എസ്പെഷ്യലി ഒരു ബാക്ക്ഗ്രൗണ്ട് ബോക്കയൊക്കെ, ഒരു നാച്ചുറൽ ബാക്ക്ഗ്രൗണ്ട് ബോക്കെ തന്നെ ഈ ഒരു ക്യാമറ നൽകുന്നുണ്ട്. മൊത്തത്തിൽ ഒരു ഓവറോൾ നല്ലൊരു ക്യാമറ എക്സ്പീരിയൻസ് തന്നെയാണ് ഇപ്പോൾ iQOO Neo 10R എന്ന് പറയുന്ന ഈ ഒരു ഫോൺ സമ്മാനിക്കുന്നത്. ഡേ ലൈറ്റിലായാലും ഈ പറഞ്ഞ പോലെ ലോ ലൈറ്റിലായാലും മികച്ച ഫോട്ടോകൾ തന്നെയാണ് നൽകുന്നത്. അപ്പോൾ ഈ കാണുന്ന ഫോട്ടോകളൊക്കെ ഞാൻ ഒരു ഉത്സവ സമയത്ത് രാത്രി എടുത്ത ഫോട്ടോകളും വീഡിയോകളൊക്കെയാണ്. നല്ല ക്വാളിറ്റിയുള്ള ലോ ലൈറ്റ് ഫോട്ടോകളും വീഡിയോകളും തന്നെയാണ് ഈ ഒരു ഫോൺ സമ്മാനിക്കുന്നത്. വലിയ ഈ ഗ്രെയിനൊന്നും ഇല്ലാതെ നല്ല രീതിയിലുള്ള ഫോട്ടോകൾ നമുക്ക് നല്ല ക്വാളിറ്റിയിൽ തന്നെ എന്തായാലും ഈ ഒരു ഫോൺ സമ്മാനിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന മികച്ച ഒരു ക്യാമറ സെറ്റപ്പ് തന്നെയാണ് iQOO Neo 10Rൽ iQOO നൽകിയിരിക്കുന്നത്. ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 4K 60 FPS വീഡിയോകൾ ഷൂട്ട് ചെയ്യാം. സെൽഫി ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 4K സപ്പോർട്ട് ഉണ്ട്, പക്ഷേ 4K 30 FPS സപ്പോർട്ടാണ് ഉള്ളത്. എന്നാൽ ഈ ഒരു ഫോണിന്റെ വൈഡ് ആംഗിൾ ക്യാമറയിൽ 4K റെസൊല്യൂഷൻ സപ്പോർട്ട് കൊടുത്തിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിൽ സെൽഫി ക്യാമറ ഉൾപ്പെടെ 3 ക്യാമറ കൊടുത്തിട്ടുള്ളതിൽ 2 എണ്ണത്തിൽ മാത്രമേ 4K സപ്പോർട്ട് ഉള്ളൂ. മൂന്നാമത്തെ വൈഡ് ആംഗിളിൽ 4K സപ്പോർട്ട് നൽകിയിട്ടില്ല. മെയിൻ സെൻസറിൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ നൽകിയിട്ടുണ്ട്. അടുത്തത് പെർഫോമൻസ്. ഈ ഒരു ഫോണിന്റെ ഏറ്റവും ഹൈലൈറ്റഡ് ഏരിയ എന്ന് പറയുന്നത് പെർഫോമൻസ് ആണ്. ഈ ഫോണിന്റെ പ്രൈസ് റേഞ്ചിൽ സാധാരണ മറ്റു ഫോണിൽ കിട്ടാത്ത അത്ര പെർഫോമൻസ് ആണ് ഈ ഒരു ഫോണിൽ iQOO നൽകുന്നത്. അതായത് 1.7 മില്യൺ AnTuTu സ്കോർ ആണ് iQOO ക്ലെയിം ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ഫോണിന്റെ AnTuTu സ്കോർ ഇവിടെ ടെസ്റ്റ് ചെയ്തു. നമുക്ക് ഏകദേശം 1.4 മില്യൺ AnTuTu സ്കോർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൈസ് പോയിന്റിൽ അതൊരു മികച്ച AnTuTu സ്കോർ ആണ്, മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ CPU ത്രോട്ട്ലിംഗ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കി. അങ്ങനെയുള്ള ത്രോട്ട്ലിംഗ് ഇഷ്യൂസ് ഒന്നും തന്നെ ഈ ഒരു ഫോണിനകത്ത് ഇല്ല. ആ ഒരു ത്രോട്ട്ലിംഗിന്റെ സ്കോർ വന്നിട്ട് 95% ഈ ഒരു ഫോണിനകത്ത് ലഭിക്കുന്നുണ്ട് എന്നുള്ളതും വലിയ കാര്യമാണ്. നമ്മൾ S25 അൾട്രയൊക്കെ ത്രോട്ട്ലിംഗ് ടെസ്റ്റ് ചെയ്താണ്. ഇതിൽ നിന്നും വില കൂടിയ ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആയിട്ടുള്ള, പക്ഷേ അതൊക്കെ ഭയങ്കരമായിട്ട് ത്രോട്ട്ലിംഗ് ഇഷ്യൂസ് ആ ത്രോട്ട്ലിംഗ് ടെസ്റ്റിൽ കാണിച്ചിരുന്നു. അതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ത്രോട്ട്ലിംഗ് ആണ് ഇവിടെ കാണിക്കുന്നത് എന്ന് വേണം പറയാൻ. 95%. അതൊരു നമ്മൾ പല ഫോണുകളുടെ ത്രോട്ട്ലിംഗ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു 92% ഒക്കെ നേരത്തെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ 95% ഒരു സ്കോർ എന്തായാലും ത്രോട്ട്ലിംഗിൽ ഈ ഒരു ഫോൺ കാണിക്കുന്നുണ്ട്. അതൊരു ബെറ്റർ സൂചന തന്നെയാണ് നൽകുന്നത്. iQOO ക്ലെയിം ചെയ്യുന്നത് മോസ്റ്റ് സ്റ്റേബിൾ 90 FPS സ്മാർട്ട് ഫോൺ ഇൻ ദ സെഗ്മെന്റ് എന്നാണ്. അതായത് 90 FPS നമുക്ക് BGMലൊക്കെ ലഭിക്കും. അതും നല്ല സ്റ്റേബിൾ ആയിട്ട് ആ ഒരു പെർഫോമൻസും ഈ ഒരു ഫോണിൽ കിട്ടുമെന്നാണ് iQOOന്റെ ഭാഗത്തു നിന്നുള്ള ക്ലെയിമിംഗ്. 5 മണിക്കൂറിലധികമുള്ള കണ്ടിന്യൂസ് ഗെയിമിംഗിൽ പോലും ഈ ഒരു 90 FPS നമുക്ക് സ്റ്റേബിളായി ലഭിക്കുമെന്നും iQOO അവകാശപ്പെടുന്നുണ്ട്. സ്നാപ്ഡ്രാഗന്റെ 8s Gen 3 എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് പവർ നൽകുന്നത്. ഇതൊരു 4nm പ്രോസസ്സറാണ്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിനകത്ത് 128 GB ഇന്റേണൽ സ്റ്റോറേജ് ബേസ് വേരിയന്റ് ആയിട്ടും 256 GB ഇന്റേണൽ സ്റ്റോറേജ് ഹയർ ഓപ്ഷൻ ആയിട്ടും വരും. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് 128 GB സ്റ്റോറേജ് ഓപ്ഷൻ ആണെങ്കിൽ അത് സ്റ്റോറേജ് ടൈപ്പ് എന്ന് പറയുന്നത് UFS 3.1ഉം, അതല്ല 256 GB ആണ് വാങ്ങുന്നതെങ്കിൽ അതിന്റെ സ്റ്റോറേജ് ടൈപ്പ് എന്ന് പറയുന്നത് UFS 4.1ഉമാണ്. അങ്ങനെ ഒരു വ്യത്യാസം. നേരത്തെ OnePlus ഫോണുകളിലൊക്കെയാണ് ഇങ്ങനെയുള്ള സ്റ്റോറേജ് ഓപ്ഷൻ മാറുന്നതനുസരിച്ച് സ്റ്റോറേജ് ടൈപ്പ് വേരി ചെയ്യുന്ന കണ്ടിട്ടുള്ളത്. അതിപ്പോൾ iQOOന്റെ ഈ ഒരു ഫോണിൽ അതുപോലെ കാണിക്കുന്നു. അതുപോലെ തന്നെ ഇതിന്റെ റാം ടൈപ്പ് വന്നിട്ട് LPDDR5X റാമുമാണ്. അപ്പോൾ ഈ പ്രൈസ് പോയിന്റിലൊന്നും സാധാരണ LPDDR5X റാം അങ്ങനെ വരാറില്ല. LPDDR4X റാം ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തുകൊണ്ടാണ് iQOO ക്ലെയിം ചെയ്യുന്നത് ഈ പറയുന്ന 1.7 മില്യൺ AnTuTu സ്കോർ ഈ ഒരു ഫോണിന് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിനകത്ത് അൾട്രാ ഗെയിം മോഡ് ഉണ്ട്. അതുപോലെ ഇൻബിൽറ്റ് FPS മീറ്റർ ഉണ്ട്. അതായത് ഗെയിം കളിക്കുമ്പോൾ അതിന്റെ FPS എങ്ങനെയെന്ന് kൃത്യമായിട്ട് ആ ഒരു മീറ്ററിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും. 200 ഹെഡ്സിന്റെ ഇൻസ്റ്റന്റ് ടച്ച് സാമ്പിളിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ട്യൂൺ ചെയ്ത ഒരു ഫോണാണ് iQOO Neo 10R എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഫോൺ ഈ പ്രൈസ് പോയിന്റിൽ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും iQOO Neo 10R നിങ്ങൾക്ക് പരിഗണിക്കാം. ബാറ്ററിയുടെ കാര്യം പറഞ്ഞാൽ ഏവരെ ഞെട്ടിക്കുന്ന മറ്റൊന്നാണ്. 6400 mAh ബാറ്ററിയാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ അത്രയും കപ്പാസിറ്റി കണ്ടപ്പോൾ ഞാൻ കരുതി കാർബൺ സിലിക്കേറ്റ് ബാറ്ററി ആയിരിക്കും ഇതിനകത്ത്. ഇപ്പോൾ വരുന്ന പുതിയ ടെക്നോളജിയാണ്, എല്ലാ ഫോണുകളും അതൊരു ട്രെൻഡാണ്. അപ്പോഴാണ് വെയിറ്റ് കുറഞ്ഞൊക്കെ നിൽക്കുന്നത്. പക്ഷേ ഇവിടെ ഫോണിന് വെയിറ്റ് കൂടിയിട്ടുമില്ല, എന്നാൽ ഇത്രയും mAh 6400 കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കിയപ്പോഴാണ് ഇത് ലിഥിയം അയോൺ ബാറ്ററി തന്നെയാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞത്. അത് സത്യത്തിൽ ഞെട്ടിപ്പോയി. ഞാൻ കരുതി കാർബൺ സിലിക്കേറ്റ് ആയിരിക്കുമെന്ന്. അത് കാർബൺ സിലിക്കേറ്റ് അല്ലാഞ്ഞിട്ടും ഇത്രയും എംഎച്ചും കൊടുത്തു ഫോണിന്റെ വെയിറ്റ് കുറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് വലിയ കാര്യം. 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുമുണ്ട്. വയർലെസ് ചാർജിംഗ് ഒന്നും നൽകിയിട്ടില്ല. അതുപോലെ 50 വാട്ടിന്റെ PD ചാർജിംഗ് സപ്പോർട്ട് ഉണ്ട്. 5 വർഷം വരെ ഡെയിലി ചാർജ് ചെയ്താലും 5 വർഷത്തിന് ശേഷവും ഇതിന്റെ ബാറ്ററി ഹെൽത്ത് 80% ഒക്കെ നിൽക്കുമെന്നാണ്
IQ ക്ലെയിം ചെയ്യുന്നത്. അടുത്തായിട്ട് ഇതിന്റെ ഒരു സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തവണ ഈ ഒരു ഫോണിനകത്ത് അധികം ബ്ലോട്ട് വേസുകൾ ഇല്ല എന്ന് പറയേണ്ടി വരും. സാധാരണ ഐക്യൂന്റെ ഫോണുകൾ കുറച്ച് വിവോയുടെ ഈ പറഞ്ഞ 80,000 രൂപയുടെ വില റേഞ്ചിലുള്ള ഫോണുകൾ പോലും ബ്ലോട്ട് വേസുകളുടെ എണ്ണം കൂടുതലാണ് ഐക്യൂന്റെയും വിവോയുടെയും. പക്ഷേ ഇവിടെ കാര്യങ്ങൾ കുറച്ച് വ്യത്യസ്തമാണ്. ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷേ ഉണ്ട്, ഒരുപാടില്ല എന്നുള്ളത് വേണമെങ്കിൽ പറയേണ്ടി വരും. ഈ കാണുന്ന ആന്റിറ്റ്യൂഡ് സ്കോർ ടെസ്റ്റിംഗ് ഒക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതാണ്, BGMI നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതാണ്. അതല്ലാതെ സബ്വേ സർഫേസ് ഓട്ടോമാറ്റിക്കലി കയറി വന്നു. അതുപോലെ ഫോൺ പേ, ലിങ്ക്ഡിൻ, ഫേസ്ബുക്ക്, അങ്ങനെ ഒരു 6 ആപ്ലിക്കേഷൻസോ മറ്റേ ഉള്ളൂ ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നത്. സാധാരണ ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ് റെക്കമെൻഡേഷൻ ഒക്കെ ഉണ്ട്. അതൊന്നും എന്തായാലും ഇത്തവണ ഈ ഒരു ഫോണിനകത്ത് ഇല്ല എന്നുള്ളത് നല്ല കാര്യം. അതുപോലെ വിവോയുടെയും ഐക്യൂന്റെയൊക്കെ യൂസർ ഇന്റർഫേസ് ആയിട്ടുള്ള ഫൺ ടച്ച് OS 15 ആൻഡ്രോയിഡ് 15 ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. 3 ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ ഈ ഒരു ഫോണിൽ കിട്ടും. ആൻഡ്രോയിഡ് 18 വരെ കിട്ടും. അതുപോലെ 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഈ ഒരു ഫോണിൽ IQ നൽകും. ഇതിന്റെ ഒരു സൗണ്ട് ക്വാളിറ്റിയെ പറ്റി പറഞ്ഞാൽ സ്റ്റീരിയോ സ്പീക്കറുകളാണ്. അത് നല്ല ക്വാളിറ്റി ഉണ്ട്, കുഴപ്പമില്ലാത്ത സൗണ്ട് ക്വാളിറ്റിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സമ്മാനിക്കുന്നത്. അതുപോലെ വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് ഒക്കെ മനോഹരമാണ്. എസ്പെഷ്യലി ഈ ഒരു സെൻട്രൽ പഞ്ച് ഹോൾ ക്യാമറയൊക്കെ ഒരു ഓവർ സൈസ് ഒന്നും അല്ല, അതുകൊണ്ട് തന്നെ നല്ലൊരു വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കും. ഇത്തവണ IQവും AI പുറകെ പോയിരിക്കുന്നു എന്ന് ഈ ഒരു ഫോണിൽ മനസ്സിലാവും. നേരത്തെ ചില ഫോണുകളിലൊക്കെ കണ്ട സർക്കിൾ ടു സെർച്ച്, അതുപോലെ മറ്റ് ചില AI ഫീച്ചറുകളും ഒക്കെ ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. IP65 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് NFC സപ്പോർട്ട് നൽകിയിട്ടില്ല. അതാണ് ഞാൻ ഈ ഒരു ഫോണിനകത്ത് കാണുന്ന ഏക കുറവെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഈ പ്രൈസ് പോയിന്റിൽ വയർലെസ് ചാർജിംഗ് ഒന്നുമില്ല, അത് ഈ പ്രൈസ് പോയിന്റിൽ അങ്ങനെ അധികം വരാറില്ല. പക്ഷേ NFC സപ്പോർട്ട് കൂടി കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഗെയിമിങ്ങിനാണ് എന്തായാലും ഈ ഒരു ഫോൺ നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഒരു മികച്ച സ്മാർട്ട് ഫോൺ തന്നെയായിരിക്കും IQ Neo 10R. ഇതൊരു മികച്ച വിജയമാകുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കാരണം നേരത്തെയുള്ള IQ Neo സീരീസിലെ ഫോണുകളെല്ലാം വൻ ഹിറ്റായിരുന്നു. അതിൻ്റെ ഒരു പിൻഗാമിയായി മാറും IQ Neo 10R.